ഇന്ത്യൻ സൈന്യത്തിനിടയിൽ ജാതി മത വേർതിരിവുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. ഇതിനെതിരെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി തന്നെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്തെത്തുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ? ഇത്ര കാലം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് അങ്ങനെയാണോ സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? നിങ്ങൾ അതിന് മറുപടി പറയണം. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ട തൊഴിലുകൾ തട്ടിയെടുക്കുന്നു, ഒപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊന്നും നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജ്യത്തെ സൈനികർക്കിടയിൽ അന്തഛിദ്രം വളർത്താനായിട്ട്, വിഭാഗീയത സൃഷ്ടിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായ വിമർശനമാണ് അമിത്ഷാ ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് 10% വരുന്ന വരേണ്യവർഗമാണ്. ജുഡീഷ്യറി, അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ, ബ്യൂറോക്രസി, ഈ സൈന്യം എന്നിവിടങ്ങളിലെല്ലാം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക്, ദളിതർക്ക്, ന്യൂനപക്ഷ വിഭാഗക്കാർക്ക്, താഴ്ന്ന ജാതിക്കാർക്ക്, ഗോത്ര സമൂഹത്തിന് ഒന്നും തന്നെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ കായിക മികവിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് എഴുതി യോഗ്യതാ പരീക്ഷ പാസ്സായൊക്കെയാണ് ഇവരെ എടുക്കുന്നത്. അല്ലാതെ അവിടെ ജാതി മത വർഗീയമായ യാതൊരു വേർതിരിവുകളുമില്ല. എന്നിട്ടും അതുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ സൈന്യത്തിനിടയിൽ പ്രത്യേക റെജിമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഗൂർഖ റെജിമെൻറ്റ്, സിഖ് റെജിമെൻറ്റ്, അതുപോലെ തന്നെ രജപുത്ര റെജിമെൻറ്റ്, ജാട്ട് റെജിമെൻറ്റ്, ബീഹാർ റെജിമെൻറ്റ്, മദ്രാസ് റെജിമെൻറ്റ്. ഇതൊക്കെ തന്നെ ജാതി മത വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന് വേണ്ടി അകത്തും പുറത്തുമൊക്കെ പോരാടിയ ധീര സൈനികരായിരുന്നു. അവരുടെ പിൻതലമുറക്കാരാണ്. ആ രീതിയിലാണ് ഇവരെ റെജിമെൻറ്റുകളായിട്ട് തിരിച്ചത്. ഇതിനിടയിലേക്ക് വിഷം വമിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. തനിക്ക് രാജ്യം ഭരിക്കാനായിട്ട് അവകാശം കിട്ടുന്നില്ല, തൻ്റെ കുടുംബമാണ് രാജ്യം ഭരിക്കാൻ അർഹതപ്പെട്ട യഥാർത്ഥ ഒരു ഫാമിലി എന്ന രീതിയിലാണ് രാഹുൽ ചിന്തിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ മറ്റ് നേതാക്കളോടും ഈ മാടമ്പി സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ നിലപാടുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന നിലപാടുകൾ മാത്രമല്ല. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എച്ച് ഫയൽസ് എന്നും പറഞ്ഞിട്ട് വലിയ ബോംബ് പൊട്ടിക്കാനായിട്ട് വന്നു. പക്ഷേ പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാഹുൽ പറഞ്ഞതെല്ലാം തന്നെ മണ്ടത്തരമാണെന്ന് മനസ്സിലായി. അപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള മണ്ടത്തരം വെച്ചു പുലർത്താൻ കഴിയുന്ന അല്ലെ പിന്തുടരുന്ന ഒരു നേതാവാണോ രാഹുൽ ഗാന്ധി? അങ്ങനെയല്ല. വളരെ അപകടകാരിയായിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാം. അങ്ങനെ രാഹുൽ ഗാന്ധിയെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആര്? ജോർജ് സോറോസ് ഉൾപ്പെടെ, ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ രാഹുലിനെ സ്പോൺസർ ചെയ്യുന്നവർ. അവർക്കൊരു കാര്യം മനസ്സിലായി, രാഹുലിനെ കൊണ്ട് ഇന്ത്യ ഭരിക്കാനൊന്നും പറ്റില്ല, BJP അട്ടിമറിക്കാനും രക്ഷയില്ല. പിന്നീട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താൻ, സൈന്യത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനൊക്കെ രാഹുലിനെ ഉപയോഗിക്കാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ രാഹുലിന് സ്വന്തം രാജ്യം ഭരിക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ സൈന്യത്തിൻ്റെ മേലെ കുതിര കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങളൂടെ നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് സൈന്യത്തിനെതിരെ ഇത്തരം നിലപാടുമായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ വന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പറഞ്ഞില്ല. ബീഹാർ ഇലക്ഷൻ നടന്നപ്പോൾ കൃത്യമായിട്ട് ഇത് സൈന്യത്തിനെതിരെയുള്ള നിലപാടാക്കി മാറ്റുന്നു. അപ്പോൾ കൃത്യമാണ് ടൈമിംഗ്. അജണ്ട സെറ്റ് ചെയ്തിട്ട് ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് ഇത് പറയുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം രാജ്യത്ത് ഏറ്റവും അധികം ജാതി വിവേചനങ്ങൾ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. അവിടെ ഈ ഉന്നത കുലജാതർ, താഴ്ന്ന ജാതിക്കാരുമൊക്കെ തമ്മിൽ സംഘർഷങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഗോത്ര വിഭാഗക്കാർക്ക്, മുസ്ലിം വിഭാഗത്തിന്, ന്യൂനപക്ഷക്കാർക്ക്, OBC പോലെയുള്ള വിഭാഗത്തിനൊക്കെ തന്നെ സൈന്യത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല, സ്വകാര്യ സ്ഥാപനത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ സംഘർഷ സമാനമായ സാധ്യത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിലും പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജൻസി കലാപം ഉണ്ടാകാത്തത്? ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഹുലിൻ്റെ അജണ്ട. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം ആളുകൾ അവിടേക്ക് എത്തുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സൈന്യത്തിലുള്ളത് ബീഹാറിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ
പവർ ഹൗസ് ഓഫ് ആർമി റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ബീഹാറിനെ അറിയപ്പെടുന്നത്. അതേ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് രാഹുൽ ഗാന്ധി സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, സൈന്യത്തിൻ്റെ ജാതി അന്വേഷിക്കുന്ന രീതിയിലേക്ക് ചില നിലപാടുകൾ എടുക്കുന്നു, ശക്തമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു രാജകുടുംബത്തിന് സമാനമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന അടുത്ത കണ്ണിയായിട്ട് മാറി എന്നതിനപ്പുറത്തേക്ക് രാഹുലിന് വലിയ പാരമ്പര്യമൊന്നുമില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരെ ഇത്തരത്തിലുള്ള ജാതീയ പരാമർശം നടത്തുന്ന ഏക രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാക്കളും ഇത്തരം വിമർശനം ഉന്നയിച്ചിട്ടില്ല. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ എന്തും പറയാം, ഭരണ സംവിധാനത്തിനെതിരെ, ബ്യൂറോക്രസിക്കെതിരെയൊക്കെ പറയാം. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഈ പറയുന്നത് വളരെ മോശമാണ്. കാരണം 140 കോടി ജനങ്ങളോളം വരുന്ന നമ്മുടെ രാജ്യത്തെ ഈ ജനതയെ മുഴുവൻ സംരക്ഷിക്കുന്നത് രാപകലില്ലാതെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികരാണ്. ഈ സൈനികർക്കിടയിൽ ജാതീയത, വർഗീയതയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗൂർഖ റെജിമെൻറ്റ് അല്ലെങ്കിൽ ഈ സിഖ് റെജിമെൻറ്റ്, രജപുത്ര റെജിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള ജാതീയ നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു വരേണ്യവർഗമാണ് ഇവിടെ സൈന്യത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അരാജകവാദിയായ, അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൃത്യമായ അജണ്ടയാണ്. ഇയാളെ സ്പോൺസർ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവും, ജോർജ് സോറോസ് ഉണ്ടാവും. ഇവർക്കൊക്കെ തന്നെ രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിനെതിരെ എന്തും പറയിക്കാനുള്ള ഉപകരണമാക്കി മാറ്റാം. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കുറ്റങ്ങൾ, ചില വീഴ്ചകളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ 7 ലക്ഷം ഗ്രാമങ്ങളുള്ള 10,000-ഓളം നഗരങ്ങളുള്ള ഒരു രാജ്യത്തെ ഇലക്ഷൻ സംവിധാനത്തിൽ ഏറിയും കുറഞ്ഞും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. ഭരിക്കുന്ന പാർട്ടിയെ BJP തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാറുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഇതിലൂടെ രാഹുലിനെ പിറ്റേ ദിവസം മാധ്യമങ്ങൾ പൊളിച്ചെടുക്കുമല്ലോ. അപ്പോൾ പറയും രാഹുൽ പൊട്ടനാണെന്ന്. സത്യത്തിൽ പൊട്ടനല്ല എന്ന് മനസ്സിലാക്കി ചിലർ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ റോബർട്ട് മുഗാബെ എന്ന് പറയുന്ന പ്രസിഡന്റ് അധികാരത്തിലെത്തിയതും അധികാരത്തിൽ ഇരിക്കുന്നതുമൊക്കെ ന്യായമായ വഴിയിലൂടെയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ചൈനയിൽ ജനാധിപത്യമുണ്ട്, പക്ഷേ ഷീ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യപരമായിട്ട് തന്നെയാണോ? ഇനി റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക്, കൂടാതെ ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാം. അപ്പോൾ മറ്റൊരു കോണിൽ കൂടെ നോക്കിയാൽ ഇവരെല്ലാം തന്നെ ഏകാധിപതികളായിട്ട് ഭരിക്കുന്നവരാണ്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വീണ്ടും തിരഞ്ഞെടുത്തപ്പോൾ ലോകത്തെ ഒരു പ്രമുഖ മാധ്യമം പ്രചരിപ്പിച്ചത് ഇന്ത്യസ് ട്രാൻസ്ഫോർമേറ്റീവ് യെറ്റ് ഡിവിസീവ് PM നരേന്ദ്രമോദി ഡിക്ലെയർഡ് വിക്ടറി ഇൻ നാഷണൽ ഇലക്ഷൻ. അതായത് ഇന്ത്യയിൽ പരിവർത്തനപരമായ മാറ്റങ്ങൾ നടത്തിയ മോദി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നേതാവാണ്. ദേശീയ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയം പ്രഖ്യാപിച്ചു. എന്തിനാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതെന്ന് പറയുന്നത്? അപ്പോൾ ലോക രാജ്യങ്ങൾക്ക് ചില അജണ്ടകളുണ്ട്. ഇത് തന്നെയാണ് സിംബാബ്വെ ഭരിച്ചുകൊണ്ടിരുന്ന UK, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ US തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സൈന്യത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ശരിക്കും ഇയാളെ പിടിച്ച് ജയിലിലിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് രാഹുൽ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം വീട് കത്തിക്കാൻ വരെ പ്ലാൻ ചെയ്യുന്ന രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി അധപ്പതിച്ചിരിക്കുകയാണ്. മറ്റ് ചിലരുടെ കയ്യിലെ കരടായിട്ട് അല്ലെ കണ്ണിലെ കരടായിട്ട് ഇയാൾ മാറണമെങ്കിൽ ഇയാളെ ഒരു പാവയെ പോലെ കളിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ജാതി മത വേർതിരിവുകൾ ഉണ്ടെന്ന് പറഞ്ഞതിലൂടെ രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഭരണകൂടം തിരിച്ചറിയുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യം തന്നെ നേരിട്ട് വന്ന് രാഹുൽ ഗാന്ധിയെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലവും വിദൂരമല്ല. അപ്പോൾ മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാത്ത തരത്തിൽ സൈന്യത്തിനുള്ളിൽ ജാതി മത വേർതിരിവുകൾ ഉണ്ടെന്ന് പറയുന്ന രാഹുലിൻ്റെ അജണ്ട വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.